പൊതുവേ നമുക്കൊക്കെ അറിയാവുന്നത് അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ടാണ്. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്ന വേളയിൽ വാനിഷായി, കാണാതായി എന്നുള്ളതാണല്ലോ പറയുന്നത്. അതിൽ അവരുടെ അമ്മ CBI സ്റ്റെനോഗ്രാഫർ ഉൾപ്പെടെയായിരുന്നു. ആ കേസിൽ എന്താണ് സംഭവിച്ചത്? സാർ, ഈ കേസിൻ്റെ കാര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് ഒത്തിരി കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ പോയി നേരെ മീറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബ് ഇടുമായിരുന്നു. യൂട്യൂബ് ഇട്ടിട്ട് എല്ലാവരും അല്ല വേറെ ന്യൂസ് നമ്മുടെ യൂട്യൂബ് ടീം തന്നെയുണ്ട് ഇത് സൗജന്യ പോരാട്ടത്തിന്. അവർ കൊടുക്കാറ് ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലായിട്ട് ഈ അനന്യയുടെ അമ്മ ഏതൊരു മീൻകട എവിടെ ഒരു കടയിൽ പോയപ്പം ഈ കാര്യമായിട്ട് ചോദിച്ചു. നാട്ടുകാരാന്ന് പറഞ്ഞ് വേറെ ഒരു പിള്ളേരെ കോൺടാക്ട് ചെയ്തായിരുന്നു. എനിക്കൊന്ന് മനുഷ്യനെ കാണുമ്പോൾ നമ്പർ കിട്ടണം. പിന്നെ കൊടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കർണാട് വിജയ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ പുള്ളിക്കാരെ വിളിച്ചു കഴിഞ്ഞ് എന്നെയും വിളിച്ചു. ഞാനുമായിട്ട് പോയിരുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ ആ പുള്ളിക്കാരത്തിൽ വന്നത്. ഇതില്ലാതെ നമ്മൾ പോയിട്ട് ഉണ്ടോ നിങ്ങൾ കൊടുത്തോ എന്ന് നമ്മൾ ചോദിച്ചു വരില്ല. അവരായിട്ട് മുമ്പിലോട്ട് വന്ന കാര്യങ്ങൾ പറയുന്നത്. അന്നേരം ആ പുള്ളിക്കാരൻ്റെ വായിന്ന് വരുന്ന ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ, ഈ പുള്ളിക്കാരൻ ഈ കൽക്കത്തയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഈ കൊച്ചി മെഡിക്കലിന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഇവിടെ തന്നെ ഡില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ കൊച്ചി എന്നാൽ ധർമ്മസ്ഥലത്ത് ഒരു 2-4 കിലോമീറ്റർ ദൂരമായിരിക്കും. അവിടെ ഡില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ അനന്യ ഭട്ട് അതിൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ വന്നായിരുന്നു. അങ്ങനെ വന്നിട്ട് ഈ കൊച്ചിനെ ഇവിടെ വീട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വിട്ടിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വീട്ടിലോട്ട് പോയായിരുന്നു. വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തു വന്നപ്പോഴത്തേന് സംഭവം ഈ കൊച്ചിനെ കാണാനില്ല. അങ്ങനെയായിട്ട് ഈ കൂട്ടുകാരി ഈ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അമ്മ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ് ഇവിടെ ചെന്ന് നിങ്ങൾ ഒന്നീ പറഞ്ഞ് നിങ്ങൾ ഈ കാര്യം എന്തെങ്കിലും കൊണ്ടായിട്ട് വരണ്ട ഇങ്ങോട്ട്, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞ്. ഇവർ കേട്ടില്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ്. തള്ളക്കറിയാമല്ലോ ഒരു കൊച്ചു പോയാൽ അതിൻ്റെ വേദന എന്താണെന്ന്. പാനങ്ങ് പറഞ്ഞാൽ പോയാൽ തീരുമോ കാര്യങ്ങൾ. അങ്ങനെ കാര്യം പറഞ്ഞു വേണ്ടിയിട്ട് അവർ പിടിച്ച് റൂമിട്ടിട്ട് അടിച്ച് ബോധമില്ലാതെ അമ്മേനെ അടിച്ച്. അങ്ങനെ ബോധമില്ലാതെ ലാസ്റ്റ് ബാംഗ്ലൂർ ഏതോ ഒരു ആടിക എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് 3 മാസം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പുറത്ത് വന്ന്. അതിൻ്റെ വേദനയും കൊണ്ട് അമ്മച്ചി ഇപ്പം വന്നേക്കുന്നത് എൻ്റെ മോക്കളെ എല്ലാം നിന്നാ ഞാൻ അന്ത്യക്രിയാന്ന് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചി ഇപ്പം മുമ്പിലോട്ട് വന്നേക്കുന്നത്. അതിലൊരു വ്യക്തതയില്ല എന്താ സംഭവിച്ചത്? ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് പറഞ്ഞ് ശരി ഇത്രപ്പം പുള്ളിക്കാരൻ വന്നല്ലോ ഇപ്പം ഞങ്ങളിങ്ങനെ കുഴിച്ചിട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് കിട്ടുമ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മകളുടെ എന്തോ എല്ല് കിട്ടുകയാണെങ്കിൽ തന്നു. ഞാൻ അതിൻ്റെ ആ പെൺകുട്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അത് ഉറപ്പാണ്. അതറിയാം അവർക്ക്. അതുകൊണ്ടാണ് അവർ അത്ര ധൈര്യമായിട്ട് അവിടെ പോയി ചോദിച്ചു. മൊഴിയുണ്ടോ? സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അത് അവരുടെ കൂട്ടുകാർക്ക് ശരിക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ആ കൂട്ടുകാരി പറയുന്നില്ല. അവർക്ക് കൂട്ടുകാരി എങ്ങാണ്ട് ബോംബെയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറെങ്ങാണ്ടോ ഞാൻ നോക്കി അവരെ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായി. ഇനിയിപ്പം SIT വന്നതും കൊണ്ട് ഇതെല്ലാം തെളിയേണ്ടി വരും. ഇത് ഒരെണ്ണം മാത്രമല്ല. ഇപ്പം ഗൃഹസച്ചിവൻ പറഞ്ഞേക്കുന്ന വേറെ ഒന്നുമില്ല. ആ കുഴിച്ചിട്ട് മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. ഓരോ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ആരെയും അറിയണമല്ലോ. എത്ര പേര് പരാതി കൊടുക്കുന്നവർ മുമ്പ് വരുമല്ലോ. അന്നേരം അറിയാമല്ലോ എന്താകുമെന്ന്. ഇതിലിപ്പം 450ഓളം കേസുകൾ ഇത്തരത്തിൽ അജ്ഞാത മൃതദേഹം എന്നുള്ള നിലയ്ക്കും അല്ലാതെയുമൊക്കെ ഉണ്ട് എന്നുള്ളതാണല്ലോ പോലീസിൻ്റെ റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് RTI പ്രകാരം തന്നെ കിട്ടിയിരിക്കുന്നത്. അത് ഒരു പക്ഷേ അങ്ങനെ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടത് ആ ക്ഷേത്ര പരിസരത്തൊക്കെ ജീവിച്ചു പോയി അങ്ങനെ മരിച്ചു പോയവരുടേതാകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് നിങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൊല ചെയ്യപ്പെട്ടവരുണ്ട് എന്നത് തന്നെയാണ്. സാർ, RTIക്കകത്ത് എടുത്തത് കണക്കല്ല സാർ. അത് കണക്കിന് വരുന്നേ ഇല്ല സാർ. അതൊരു ചെറുതൊരു വിവാഹമെന്നുള്ളൂ. ഈ റെക്കോർഡില്ലാത്ത സാധനത്തിനാണ് ആ പുള്ളിക്കാരൻ മുമ്പിൽ വന്നേക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. ഈ റെക്കോർഡില്ലാത്ത ചെത്തല്ലോ ഈ പോലീസ് സ്റ്റേഷൻ അറിയാത്ത അവൻ പുള്ളി പരാതിക്കകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് അവിടെ മാഹിതി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ കാണാതെ ആയെങ്കിൽ കള്ളത്തരമായെങ്കിൽ അവിടെ മാഹിതി കേന്ദ്രം അവിടെ ചെന്ന് വിളിച്ച് മൈക്കകത്ത് അനൗൺസ് വേണ്ടി അത്ര സ്ഥലത്ത് കേൾക്കും. അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് അവരെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ബോഡി കിടപ്പുണ്ട് പോയി കുഴിച്ചിടാനായിട്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കണക്കിനെ വന്നിട്ടില്ല സാറേ. ഈ വരാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അവൻ 100ഓളം എന്ന് പറയുന്നത്. അത് 1000 ആവും, 2000 ആവും. അത് പറയാൻ പറ്റിയല്ല. ഇപ്പോൾ എത്ര ബോഡി കിട്ടും ആ കണക്ക് മാത്രമേ എടുക്കാം കുഴിച്ചിട്ടതിന്. ബാക്കി കാട് മൃഗങ്ങൾ തിന്നുപോയത് ഇന്നലെ ഞാൻ പറഞ്ഞില്ല. ബൈജു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്ന് പറഞ്ഞല്ലോ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പുള്ളി ഇങ്ങനെ കാട്ടി പോകുമ്പോൾ അവിടെ തോട്ടി കിടപ്പുണ്ടായിരുന്നെന്ന്. പുള്ളിക്കാരൻ പോയിക്കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു സ്ഥലത്ത് കാട്ടി പോയിട്ടൊരു മരത്തെ കെട്ടി തൂക്കിയിട്ടതെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ.
അല്ല വള്ളി മാത്രമുണ്ട് ഇപ്പോൾ. അത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന പരിപാടിയല്ല. എന്ന് പറഞ്ഞാൽ അവിടെ കാട്ടിൽ തേനെടുക്കാൻ പോകുന്നവരൊക്കെ കണ്ടേ അവിടെ കുറേ ഉള്ളത്. പിന്നെ കാട്ടിൽ ആരും പോകുന്നില്ല, ചപ്പിനും ഇതിനും പോകുന്ന ഇത് കണ്ട് മടുത്ത് ലാസ്റ്റ് കാട്ടിലോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. എൻ്റെ ഉള്ളിൽ ഇതിനേക്കാൾ മുമ്പേ അവിടെ കോളേജിൽ തന്നെ പറഞ്ഞ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. ആ ലെക്ചർ ഈ പ്രശ്നം ആയിക്കൊണ്ടിരിക്കും പറഞ്ഞു. അവിടെ ഇപ്പം പെട്രോൾ പമ്പുണ്ട്, ധർമ്മസ്ഥലത്ത് നിന്ന് സുബ്രഹ്മണ്യം പോകുമ്പം ഒരു പെട്രോൾ പമ്പ്, അതിൻ്റെ കാർഡ് സൈഡിൽ ഒരു ദിവസം ഒരു 6 ബോഡി ഉണ്ടായിരുന്നു. അത് ഒരു ബോഡി 1-2 ബോഡി മാത്രം പോലീസുമാർ കൊണ്ടുപോയി ബാക്കി അവിടെ തന്നെ കുഴിച്ചിട്ടുന്നു. അവിടുത്തെ ഹോട്ടൽ റൂം ബോയ്സ് ഇവരെല്ലാം കൂടിയിട്ടാണ് കൊല്ലുന്നത്. അവർ കൊല്ലുന്ന ഒരു ദയദർശനം എന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെന്താന്ന് പറഞ്ഞാൽ അവർ സമുദായം വേറെയാണ്. ജെയിൻ സമുദായം എൻ്റെ പ്രകാരമായിട്ട് ഇത് സംസ്കൃത പ്രകാരമായിട്ട് ഹിന്ദു ദൈവത്തിനൊന്നും പൂജിക്കുന്നവരല്ല. അവർ വിഗ്രഹം ഗോമട്ടേശ്വര ആ ഒരു തത്വസിദ്ധാന്തത്തിൽ പോന്ന ഇവരാൾക്കാർ. ഇവിടെ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ആ സ്ഥലം 1971 സുപ്രീം കോടതിന് ഇവരൊരു അപ്പിഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞിട്ട്. ആ ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് വെച്ചിട്ട് അവിടെയാണ് അമ്പലം വെച്ചിട്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തിനാണ് ഇത് അമ്പലം വെച്ചുകൊണ്ടിരിക്കുന്നത്? ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തിനാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെൻറ് പിടിച്ചെടുക്കാതിരിക്കാനായിട്ട്. ഇന്നും പിടിച്ചെടുക്കാൻ റെഡിയുണ്ട്, അതിന് കൊടുക്കുന്നില്ല. ഇപ്പം പുത്തൂർ AC അതിൻ്റെ ഇപ്പം കർണാടക സർക്കാർ ഇപ്പം എല്ലാം അമ്പലത്തിൻ്റെ അടിസ്ഥലങ്ങൾ ആ അമ്പലത്തിൻ്റെ പേരിൽ എഴുതണമെന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ റിപ്പോർട്ട് ചോദിച്ചു അതിലെല്ലാം ദാഖല കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട്? അവർക്ക് ബിസിനസ് കേന്ദ്രമാണ്. ഇവരെങ്ങനെ ഇത് പബ്ലിസിറ്റി ആക്കിയെന്ന് വെച്ചെങ്കിൽ ഇവർ പണ്ട് എനിക്കറിയാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ എഴുതിയിടുക, ഒരു പേപ്പർ 10 എഴുതുക, ഇതുപോലെ 10 നിങ്ങൾ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് നല്ലതാവും. ഇങ്ങനെ പബ്ലിഷ് ഒരു 10-28 വർഷമായെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ചെയ്ത സംഭവം ഇത്.